UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളം സാമ്പത്തികമായി അപകടാവസ്ഥയിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വെറും രാഷ്ട്രീയ ആക്ഷേപമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബജറ്റ് വിഹിതം പരിശോധിച്ചാൽ അതല്ല ചിത്രം. 2000 കോടി രൂപയുടെ അധിക വിഹിതം നൽകി. ജനക്ഷേമ കാര്യത്തിൽ നേരത്തെയുള്ള ബജറ്റ് വിഹിതം പല കാര്യങ്ങളിലും വെട്ടിക്കുറച്ചു. മുൻ പ്രഖ്യാപനങ്ങൾ പേര് മാറ്റി പുതിയതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും പിണറായി വിജയൻ പറഞ്ഞു. എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. അത് തന്നെയാണ് ഇപ്പോ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ വഴി UDF സർക്കാരും പിന്തുടരുന്നത്. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ LDF സർക്കാർ മുന്നോട്ട് വെച്ചത് ഇതായിരുന്നില്ല. പൊതുമേഖല അധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴി എന്ന ആശയമാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ചു. അത് അട്ടിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ആശയം അംഗീകരിച്ച് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കം ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതാണ് ബജറ്റിന്റെ പൊതുവായ നില. LDF സർക്കാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ പേര് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ ദിശ അത് പൂർണ്ണമായി തകിടം മറിക്കുന്ന നിലയിലേക്കാണ്. കേരളത്തിന് വലിയ അപകടം സംഭവിക്കുന്നുവെന്ന സൂചനയാണ് ഈ ബജറ്റിലൂടെ നൽകിയിട്ടുള്ളത്.